Hello students, നമ്മുടെ അടുത്ത പോർഷനിലേക്ക് നമ്മൾ നോക്കുകയാണ്. സോ വാട്ട് ഈസ് റെസിസ്റ്റൻസ്? അപ്പം നമ്മൾ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ എന്ത് പഠിച്ചു? കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഓംസ് ലോ പഠിച്ചു അല്ലേ? വാട്ട് ഈസ് ഓംസ് ലോ? എന്താണ് ഓംസ് ലോ പറയുന്നത്? വോൾട്ടേജസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് അല്ലെ? വോൾട്ടേജും കറണ്ടും തമ്മിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നും അതിൽ നിന്ന് നമ്മൾ ഇതാക്കിയ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് അല്ലെ? അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മുടെ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ വോൾട്ടേജ് എന്താണെന്ന് പഠിച്ചു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ഭാഗമാണ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. സോ വാട്ട് ഈസ് ആക്ച്വലി റെസിസ്റ്റൻസ്? ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാൻ പോവാണ്. റെസിസ്റ്റൻസ്, ഇഫ് വൺ വാണ്ട് ടു കൺട്രോൾ ദ ഇലക്ട്രിക് കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ, അഥവാ ഇലക്ട്രിക് ഫ്ലോയിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസ്. ആ ടേമിൽ തന്നെയുണ്ട് എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? തടയുക അല്ലെ, ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ if one want to control the current flowing inside the wires, then one need to connect about our resistance. ഒരു resistance നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കണക്ട് ചെയ്യാറുണ്ട്. In a circuit it is a opposition to the current flow. അപ്പോ resistance എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി, തടയുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആര്? റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇറ്റ് ഈസ് ആ കറണ്ട്, നമ്മളെ കറണ്ടിനെ കൺട്രോൾ ചെയ്യുക അഥവാ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആര്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ അധികം ഹ്യൂജ് വാല്യൂസിലുണ്ട്, നന്നായി വാരി ചെയ്യുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെ നമ്മൾ വാരിയിങ് റെസിസ്റ്റൻസ് എന്ന് പറയും. ദാറ്റ് മീൻ ചെറിയ മുതൽ ഹയർ റേഞ്ച് വരെയുള്ള റെസിസ്റ്റൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ പല തരത്തിലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ലാബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ റെസിസ്റ്റൻസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ടിനെ കൺട്രോൾ ചെയ്യുക അഥവാ തടയുവാൻ വേണ്ടിയാണ് റെസിസ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ഓംസ്. ഓം എന്ന രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുക. എത്ര ഓം ഉണ്ട്, എത്ര ഓം റെസിസ്റ്റൻസ് ആണ് എന്ന് ചോദിക്കുമ്പോൾ 5 ഓം, 6 ഓം, 1000 ഓം, 1 കിലോ ഓം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഓം. It can be calculated using Ohm's law. Ohm's law നമ്മുടെ ആ ലോ പ്രകാരം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. It is defined as the ratio of applied voltage. This is the ratio of the applied voltage to the current. അപ്പോൾ നമ്മൾ എന്താണ് അങ്ങനെ ഡിഫൈൻ ചെയ്യുക? The resistance is the ratio of applied voltage to the current. കറണ്ടിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിന്റെ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുക? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ, ഒന്നുമില്ല. റേഷ്യോ മീൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യാന്നാണ് കേട്ടോ അർത്ഥം. ഒരു കാര്യത്തിന്റെ റേഷ്യോ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ? വി ആർ ഡിവൈഡിങ്. എന്തിനാ ഡിവൈഡ് ചെയ്യുന്നത്? അപ്ലൈഡ് വോൾട്ടേജ് ടു ദ കറണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. ആർ resistance is equal to the ratio എന്ന് പറയുമ്പോൾ ആലോചിക്കുക, നമ്മൾ ഡിവൈഡ് ചെയ്യണം. ratio of എന്താണ്? voltage to the current, that is V/I. Okay, resistance is equal to V/I. നമുക്ക് ഇക്വേഷൻ കിട്ടിയോ? ഈ ഒരു വേർഡിൽ നിന്ന് ഇക്വേഷൻ കിട്ടിയോ? യെസ്. അപ്പോൾ it is defined as the ratio of applied voltage to the current. What is the equation? R is equal to V/I. ഇവിടെ കൊടുത്തിരിക്കുകയാണ്. R is equal to V/I. R is equal to V/I. The resistance is equal to the ratio of applied resistance, the ratio of applied voltage to the current. So what is R actually? R is resistance and V is current and V is voltage and I is current. Okay, അപ്പോൾ നോക്കുക, ഇതെന്ന് പറയുന്നത് വോൾട്ടേജ് ആണ് and I is current.
I is current and R is resistance. R is resistance. So R is equal to V by I. R is equal to V by I. നമ്മുടെ third equation ഉള്ള ഒരു equation തന്നെയാണ് ഇത്. R is equal to V by I. So what is actually resistance? എന്താണ് resistance? നമ്മുടെ കറണ്ടിന്റെ ഫ്ലോയെ തടയാതെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. വേരിയബിൾ റെസിസ്റ്റൻസും ഉണ്ട്, നോർമൽ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പം നിങ്ങൾ അറിഞ്ഞു വെക്കുക, നോർമൽ നമ്മൾ സാധാരണ നമ്മൾ കടയിൽ പോയി കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ വാല്യൂസ് ഉണ്ടാവും. ദാറ്റ് മീൻ 0, ദാറ്റ് മീൻ 1 to kilo ohm വരെയുള്ള റെസിസ്റ്റൻസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദാറ്റ് മീൻ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതും 1 kilo ohm. ഓക്കെ, 1 kilo ohm അല്ലെങ്കിൽ 10 kilo ohm എന്ന രീതിയിലൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള കളർ കോഡ് യൂസ് ചെയ്താണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ കളർ കോഡ്സ് ഉണ്ടാവും, 3 or 4 ലൈൻസ്. ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് കളേഴ്സിനും ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡിജിറ്റ് ഉപയോഗിച്ച് നമ്മൾ. അപ്പോൾ അതിൽ കളേഴ്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ജസ്റ്റ് കൺസിഡർ, ഇങ്ങനെയാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയപ്പോൾ നമുക്ക് പല കളേഴ്സും ഇങ്ങനെ ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ കളേഴ്സിനും ഓരോ വാല്യൂസ് ആണ്. ആ വാല്യൂ വെച്ച് നമ്മൾ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ വാല്യൂ ചെയ്യും. ജസ്റ്റ് എക്സാമ്പിൾ, ഈ 3 കളേഴ്സ് ഉള്ളത് കൊണ്ട് ഇത് 1000 ohm ആണ്. 1000 ohm ഉള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ ജസ്റ്റ് പറയുന്നു. ലൈക്ക് ദാറ്റ് ഓരോ റെസിസ്റ്റൻസിനും ഓരോ കളറാണ്, ഓരോ ലൈൻസ് ആണ്. യു ക്യാൻ സീ 4 ലൈൻസ്. അതുപോലെ 4 or 3 ലൈൻസ് ഉണ്ടാകും. ആ ലൈൻസിന്റെ നമ്മൾ റീഡ് ചെയ്തതിനനുസരിച്ച് നമ്മൾ ഡീകോഡ് ചെയ്ത് ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ദിസ് ഇസ് ഇതൊക്കെ നമ്മൾ ലാബിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ്. സോ ദിസ് ഇസ് ദ റെസിസ്റ്റൻസ്. ഇനി നമ്മൾ സർക്യൂട്ടിൽ വരുമ്പോൾ നമ്മൾ സർക്യൂട്ട്സിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? സർക്യൂട്ട്സിൽ നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. വെരി സിമ്പിൾ വേ. നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ മനസ്സിലാക്കുക, ദിസ് ഇസ് റെസിസ്റ്റൻസ്. അപ്പം നമ്മൾ റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ഇത്. ദിസ് ഇസ് എ റെസിസ്റ്റൻസ്. ഇനി വേരിയബിൾ റെസിസ്റ്റൻസ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. വി ഹാവ് ആൻ ആരോ ഹിയർ. ഓക്കെ, ഇങ്ങനെ ഒരു ആരോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ദിസ് ഇസ് എ വേരിയബിൾ റെസിസ്റ്റൻസ് ആൻഡ് ദിസ് ഇസ് എ നോർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട്സിൽ നമുക്ക് കുറേ സിമ്പിൾസ് യൂസ് ചെയ്താണ് ഓരോ കോമ്പണൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ ദിസ് ഇസ് എ സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ വേരിയബിൾ റെസിസ്റ്റൻസ്. സോ വാട്ട് ഇസ് മീൻ ബൈ എ വേരിയബിൾ റെസിസ്റ്റൻസ്? ഈ വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ വേരി ചെയ്യാൻ പറ്റും. അതിൻ്റെ വാല്യൂ ഇപ്പം നമ്മൾ ലാബുകളിൽ പല നമ്മൾ വി ആർ യൂസിങ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എനിത്തിങ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ലാബിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ സർക്യൂട്ട്സും നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ അല്ല വേണ്ടത്. ഇപ്പോൾ ഒരു 100 ohm അല്ല, 100 മുതൽ എനിക്കിങ്ങനെ 100, 200, 300 ohmലേക്ക് ഇങ്ങനെ മാറി മാറി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ നമ്മൾ കണക്ഷൻ മാറ്റി 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 കൊടുക്കേണ്ടി വരും അല്ലേ? നമ്മൾ ഫസ്റ്റ് 100 ohm കൊടുത്തു, നമ്മൾ റീഡിങ് എടുത്തു, 200 ohm കണക്ട് ചെയ്തു, റീഡിങ് എടുത്തു, 300 ohm കണക്ട് ചെയ്തു, റീഡിങ് എടുത്തു. നമുക്ക് ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ നോബ് ഇങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ 100 to 200 എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റീഡിങ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേരിയബിൾ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഈ ലാബുകളിൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിനെ പറ്റി മൊത്തത്തിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. സോ വാട്ട് ഈസ് റെസിസ്റ്റൻസ് എന്നുള്ളത് മനസ്സിലുണ്ടല്ലോ, കൃത്യമായ ഐഡിയാസ് ഉണ്ടല്ലോ. ആൻഡ് ഓംസ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓംസ് ലോ എന്ന് പറയുന്നത് ബേസിക് ആണ്, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ വളരെ ബേസിക് കാര്യമാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓംസ് ലോയിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ് R is equal to V by I. Okay, I think that's clear about you. Okay, so next what is the factors depends on resistance. ഒരു റെസിസ്റ്റൻസിനെ എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, ഓക്കെ, റെസിസ്റ്റൻസുമായിട്ട് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറിലെ ഫസ്റ്റ് വൺ ഇസ് ലെങ്ത് ഓഫ് കണ്ടക്ടർ. The length of conductor. What is actually conductor?
ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമുക്ക് എന്ത് പറയാം? അത് കണ്ടക്ടർ ആണെന്ന് പറയാം അല്ലെ. എക്സാമ്പിൾ വാട്ടർ, മെറ്റൽസ് ആയിട്ടുള്ള പൊതുവെ എല്ലാ മെറ്റൽസും ഒക്കെ എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. സോ നോക്കുക, ദ ലെങ്ത്, നമുക്ക് എങ്ങനെയാണ് ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും മാറുന്നത് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഒരു കണ്ടക്ടർ, ഐ ഹാവ് എ പെൻ ഹിയർ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ദിസ് ഇസ് എ വയർ, ഇതൊരു വയർ ആണെന്ന് വിചാരിക്കുക. ഈ വയറിന്റെ ലെങ്ത് മാറുന്നതിനനുസരിച്ച് ഇതിലൂടെ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനും എന്തുണ്ടാകുന്നുണ്ട്? വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ലെങ്ത് കൂടുമ്പോഴും കുറയുമ്പോഴും ആർക്ക് മാറ്റമുണ്ട്? നമ്മുടെ റെസിസ്റ്റൻസിന് മാറ്റമുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The length of conductor, the first factor is length. The greater the length of wire, the greater the length of wire, more will be the resistance offered by the wire. That means length കൂടുന്നതിനനുസരിച്ച് ആരും കൂടും? നമ്മുടെ റെസിസ്റ്റൻസും കൂടും. അപ്പൊ നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദിസ് ഇസ് മൈ ഫസ്റ്റ് വയർ എ ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് വയർ ബി. ഓക്കെ, ഈ ഏത് വയറിനായിരിക്കും ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക? ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഏത് വയറിനായിരിക്കും? എ ഓർ ബി? ഏതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുക? ഓഫ് കോഴ്സ് എ. എന്തുകൊണ്ടാണ്? ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? ആ വയറിന്റെ റെസിസ്റ്റൻസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും എന്തായിരിക്കും? കൂടുതൽ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഗ്രേറ്റർ ദ ലെങ്ത് ഓഫ് വയർ, എന്തും കൂടുതലായിരിക്കും? മോർ വിൽ ബി റെസിസ്റ്റൻസ്. അപ്പൊ സൈഡിലൊന്ന് എഴുതി വെക്കുക. Length L is directly proportional to R. Okay, or നമുക്ക് നേരെ തിരിച്ചും എഴുതാം. R is directly proportional to L. Okay, R is directly proportional to L. That means resistance കൂടുമ്പോൾ അല്ലെങ്കിൽ ലെങ്ത് കൂടുമ്പോൾ ആരും കൂടുന്നുണ്ട്? നമ്മുടെ റെസിസ്റ്റൻസും കൂടുന്നുണ്ട്. ലെങ്ത് കുറയുമ്പോൾ ആര് കുറയും? റെസിസ്റ്റൻസും കുറയും. ദിസ് ഇസ് ദ ഫസ്റ്റ് ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടർ നോക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മുടെ വയർ ഉണ്ടായിരിക്കല്ലോ, വയറിന്റെ തിക്നെസ് അതാണ് ഉദ്ദേശിക്കുന്നത്. വയറിന്റെ തിക്നെസ്, ആ തിക്നെസ് മാറുമ്പോ എന്തും മാറുന്നുണ്ട്? റെസിസ്റ്റൻസും മാറുന്നുണ്ട്. വയറിന്റെ തിക്നെസ് മാറുമ്പോൾ ആരും മാറുന്നുണ്ട്? റെസിസ്റ്റൻസും. അത് എങ്ങനെ മാറുന്നു നമുക്ക് നോക്കാം. നോക്കുക, the resistance of wire decreases as the area of cross section of the wire increases. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റെസിസ്റ്റൻസ് കുറയും. എപ്പോഴാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോ. എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള വയറാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. നല്ല കട്ടിയുള്ള വയർ എന്ന് പറയുമ്പോൾ നല്ല വണ്ണം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നല്ല കട്ടിയുള്ള വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നല്ല വണ്ണമുള്ള വയറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് വിൽ ബി ലോവർ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ തിന്നായിട്ടുള്ള വയറാണെങ്കിൽ, മാക്സിമം തിന്നായിട്ടുള്ള വയറാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ. സോ നമുക്കത് എങ്ങനെ എഴുതാം മക്കളെ? എന്നെ കൂടെ ചോദിക്കുകയാണ്, ഐ ഹാവ് ഇത്ര കട്ടിയുള്ള ഒരു വയറുണ്ട് ആൻഡ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഏത് വയറിനായിരിക്കും? ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഏത് വയറിനായിരിക്കും? ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഏത് വയറിനായിരിക്കും ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക? ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വളരെ തിന്നായിട്ടുള്ള, മെലിഞ്ഞ, കട്ടി കുറഞ്ഞ വയറിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക. ബിക്കോസ് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതിയാലോ, ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെ. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നുണ്ട്. സോ R is inversely proportional to area of cross section. ശരിയല്ലേ? സംശയമുണ്ടോ?
ഇല്ലല്ലോ. റെസിസ്റ്റൻസ് കൂടുമ്പോൾ ആര് കുറയുന്നുണ്ട്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. സോ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഞാൻ ഇങ്ങനെ എഴുതുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ല. ഈ വലുതാക്കി എഴുതിയതിനെ ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്ന് മാത്രം. ദിസ് ഇസ് ദ സെക്കൻഡ് ഫാക്ടർ. നമ്മുടെ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ അതിന്റെ ഇക്വേഷൻ വെച്ച് എഴുതി. R is directly proportional to L. That is the first factor. Length ആണ്. Second factors ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? R is inversely proportional to area of cross section. The next one, the third one. മെറ്റീരിയൽസ് ഓഫ് എ കണ്ടക്ടർ. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിന്റെ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. ദാറ്റ് മീൻ നമ്മുടെ കോപ്പറിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കില്ല സ്റ്റീലിനുണ്ടായിരിക്കുക. സ്റ്റീലിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കില്ല അലൂമിനിയത്തിന് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ പ്രോപ്പർ റെസിസ്റ്റൻസിന് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ റെസിസ്റ്റൻസിന് ഒരു പെർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട്. സോ ഓരോ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറും. ഓക്കെ, അപ്പൊ കോപ്പറിന്റെ വാല്യൂ ആയിരിക്കില്ല അലൂമിനിയത്തിന് ഉണ്ടായിരിക്കുക, അലൂമിനിയത്തിന്റെ വാല്യൂ ആയിരിക്കില്ല സ്റ്റീലിന് ഉണ്ടായിരിക്കുക. സോ ഈച്ച് ഓരോന്നിനും അതിന്റെ വാല്യൂ വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, സോ ദ തേർഡ് വൺ ഇസ് മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ. നോക്കുക, ഡിഫറെന്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെന്റ് റെസിസ്റ്റൻസ്. ഓരോ മെറ്റീരിയൽസിനും എന്താണ്? ഡിഫറെന്റ് റെസിസ്റ്റൻസ് ആണ് ഉണ്ടായിരിക്കുക. ഫോർ മെറ്റൽസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ഇസ് വെരി ലോ. നമ്മുടെ പൊതുവെ മെറ്റൽസിന് എന്താണ്? റെസിസ്റ്റൻസ് വളരെ കുറവാണ്. ബട്ട് ഫോർ ഇൻസുലേറ്റർ ദ റെസിസ്റ്റൻസ് ഈസ് ഓഫേർഡ് ക്വൈറ്റ് ലാർജ്. അതെന്തുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റൻസ് കൂടാനുള്ള കാരണം? ദാറ്റ് മീൻ പൊതുവെ നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഒരു പ്രോപ്പർട്ടി എന്താ? കറണ്ടിനെ തടയുക, അല്ലെ? കറണ്ടിനെ പോവാൻ അനുവദിക്കാതിരിക്കുക. ഇൻസുലേറ്ററിന്റെ പ്രോപ്പർട്ടി എന്താ? അത് തന്നെയാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തിവിടാതിരിക്കുക. സോ ഇൻസുലേറ്റർ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇൻസുലേറ്ററിന്റെ റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലായിരിക്കും. രണ്ടാളുടെ പ്രോപ്പർട്ടിയും ഒന്നായതുകൊണ്ട് തന്നെ ഇൻസുലേറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. എക്സാമ്പിൾ വുഡിന്റെ റെസിസ്റ്റൻസ് വിൽ ബി വെരി ഹൈ ആസ് കമ്പയർഡ് ടു മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ മെറ്റൽസിന് വളരെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കുമെന്ന് മനസ്സിലാലോചിച്ച് വെക്കാം. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് ഫാക്ടർ. നമ്മൾ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തേർഡ് ഫാക്ടർ ഇസ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് ഇസ് ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ ടെമ്പറേച്ചർ. So the electric resistance of a pure metal and alloy increases. നമ്മുടെ മെറ്റൽസിന്റെയും പ്യോർ മെറ്റൽ ആണ്, ശ്രദ്ധിക്കുക, പ്യോർ മെറ്റൽ. ഇപ്പൊ പ്യോർ മെറ്റൽ ആൻഡ് എലോയ് എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ചർ ഓഫ് മെറ്റൽ. ഓക്കെ, മെറ്റൽസിന്റെ മിക്സ്ചർ, 2 or 3 മെറ്റൽസ് മിക്സ് ചെയ്താൽ കിട്ടുന്ന ഒരു പുതിയ മെറ്റീരിയലിനെയാണ് നമ്മൾ എലോയ് എന്ന് പറയാം. ജസ്റ്റ് എക്സാമ്പിൾ നിക്രോം ഇതൊക്കെ എന്താണ്? എലോയ്സ് ആണ് കേട്ടോ. നിക്രോംസ് ഇതൊക്കെ എലോയ് ആണ്. 2 or 3 മെറ്റൽസ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് എന്ത് മക്കളെ? എലോയ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മുടെ പ്യോർ മെറ്റൽസും എലോയും ഇവരൊക്കെ എന്താണ്? when temperature increases but for insulator the electrical resistance decreases. നോക്കുക, ഇൻസുലേറ്ററിന്റെ കേസിൽ എന്താണ്? റെസിസ്റ്റൻസ് കുറയും. എപ്പോ? when increase in temperature. ടെമ്പറേച്ചർ കൂടുമ്പോ ആര് കുറയും? റെസിസ്റ്റൻസ് കുറയും. എപ്പോ? ഇൻസുലേറ്ററിന്റെ കേസിൽ. എന്നാൽ നോക്കുക, ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് പ്യോർ മെറ്റൽസിന്റെയും അതുപോലെ തന്നെ എലോയ് ഇൻക്രീസസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പൊ നോക്കുക, നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 തരത്തിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഫോർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഫോർ ഇൻസുലേറ്റേഴ്സ്. നോക്കുക, കണ്ടക്ടേഴ്സും ഉണ്ട്, ഇൻസുലേറ്റേഴ്സും ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുകയാണെ. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്യോർ മെറ്റൽസ് ആൻഡ് എലോയ്സ് കൂടെ കൂടിയിട്ടുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് ഫോർ ഇൻസുലേറ്റർ. നോക്കുക,
നോക്കുക കണ്ടക്ടറിന്റെ കേസിൽ നോക്കുക പ്യോർ മെറ്റൽസ് ആൻഡ് അലോയ്സ് അവരുടെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആരും കൂടും മക്കളെ, റെസിസ്റ്റൻസും കൂടും. ഓക്കെ, ടെമ്പറേച്ചർ നല്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എന്ത് കൂടും, മെറ്റൽസിലും അലോയ്സിലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടുന്നുണ്ട്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്ററിന്റെ കേസിൽ എങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇൻസുലേറ്റേഴ്സും ഉണ്ട്, കണ്ടക്ടേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ കേസിൽ ടെമ്പറേച്ചർ വ്യത്യാസം ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നത് ആർക്കാണ്, പ്യോർ മെറ്റൽസ് ആൻഡ് അലോയ്സ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത് ആർക്കാ, ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ദ ഫോർത്ത് ഫാക്ടർ. നാലാമത്തെ ഫാക്ടർ ആണ് ആര്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ആക്ച്വലി നമ്മളിപ്പോൾ 4 ഫാക്ടേഴ്സ് പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ്, നമ്മളെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ദ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ച ഏതാണ്, ലെങ്ത് ഓഫ് ദ റെസിസ്റ്റൻസ്. ദ സെക്കൻഡ് വൺ ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദ തേർഡ് വൺ ഇസ് മെറ്റീരിയൽ അല്ലെ, മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. ദ ഫോർത്ത് വൺ, നാലാമത്തെ വൺ എന്താണ്, ടെമ്പറേച്ചർ. അപ്പൊ 4 കാര്യങ്ങളാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം, ദ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഫോർമുല ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ റെസിസ്റ്റൻസിനെ നമുക്ക് ഒരു 4ാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ 4ാമത്തെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, യൂസിങ് the length and area of cross section. നോക്കുക, നമ്മൾ ലെങ്ത്തിന്റെ കേസിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ കേസിലും നമ്മൾ 2 കാര്യം പറഞ്ഞു അല്ലെ. നോക്കുക, റെസിസ്റ്റൻസ് എപ്പോഴാ കൂടുന്നത്, ലെങ്ത് കൂടുമ്പോ റെസിസ്റ്റൻസ് കൂടുന്നു. ഓക്കെ, നോക്കുക ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ കേസിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും നമ്മുടെ റെസിസ്റ്റൻസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. സി, the formula states that the value of resistance through a wire which is directly proportional to length. അല്ലെ, നമ്മൾ റെസിസ്റ്റൻസ് എന്താണ്, ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ലെങ്ത് ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടേഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് അല്ലെ. ദാറ്റ് മീൻ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഫാക്ടേഴ്സ് നമുക്ക് ഏതൊക്കെയായിരുന്നു നമ്മുടെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നത്, ഏതൊക്കെയായിരുന്നു ഫാക്ടേഴ്സ്, ലെങ്ത് അല്ലെ. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലെങ്ത് ആയിരുന്നു. ഫസ്റ്റ് ഫാക്ടർ ഇസ് ലെങ്ത്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. തേർഡ് വൺ ഇസ് മെറ്റീരിയൽ. നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മെറ്റീരിയലിന് ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്. ഫോർത്ത് വൺ ഇസ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചറും ഇത് നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് വി ആർ കൺസിഡറിങ് ഈ 2 കാര്യം വെച്ച് നമ്മളൊരു ഇക്വേഷൻ നോക്കിയിരുന്നു അല്ലെ. വാട്ട് ഇസ് ലെങ്ത്? ലെങ്ത്തിന്റെ കേസ് എങ്ങനെയായിരുന്നു, R is directly proportional to L ആണല്ലോ. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും എന്താവുന്നുണ്ട് മക്കളെ, കൂടുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് വൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. ഈ 2 കാര്യം വെച്ച് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. നോക്കുക, ഈ 2 കാര്യങ്ങളിലും ഈ 2 കാര്യങ്ങളും LHS സെയിം അല്ലെ. R എന്നുള്ളതാണ്, RHS ഇസ് ഡിഫറെന്റ്. അപ്പൊ LHS സെയിം ആയത് കാരണം ഞാൻ എന്ത് ചെയ്യാണ്, അതൊരു ഒറ്റ ഇക്വേഷൻ ആക്കി മാറ്റാൻ പോവാണ്, ഒരു ഒറ്റ R എന്ന രീതിയിൽ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ്, ശ്രദ്ധിച്ചോളൂ, R is directly proportional to L and inversely proportional to A. പ്രശ്നമുണ്ടോ? R is directly proportional to L and inversely proportional to A.
ഈ രണ്ട് ഇക്വേഷനെയും ഞാൻ ഒരൊറ്റ ഇക്വേഷൻ ആക്കി മാറ്റി. സംശയമുണ്ടോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഞാൻ എന്താക്കി? ഒരു സിംഗിൾ ഇക്വേഷൻ ആക്കി മാറ്റി. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ദാറ്റ് ഈസ് R is directly proportional to L by A. R is directly proportional to L by A. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇഫ് വി ഹാവ് എ പ്രൊപ്പോർഷണാലിറ്റി, നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇക്വേറ്റ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ കൊടുത്താൽ നമുക്കത് ഇക്വേറ്റ് ചെയ്ത് കിട്ടും. എങ്ങനെ? ദാറ്റ് ഈസ് R is equal to ഞാൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി അതിനെ ഇക്വേറ്റ് ചെയ്തു and I am adding a proportionality constant. ഒരു പുതിയ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആഡ് ചെയ്യാണ്. that is rho. ഓക്കെ, ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആഡ് ചെയ്തു and into L by A. into L by A. That is R is equal to rho L by A. And this R is known as resistivity. And this R is known as resistivity. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? resistivity എന്നാണ് പറയുക. എന്താണ്? resistivity. ഓക്കെ, ഒരു പ്രോപ്പർട്ടി ആണ് R എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ദിസ് ഈസ് അവർ ഫോർത്ത് ഇക്വേഷൻ. നമ്മുടെ ചാപ്റ്ററിലെ 4ാമത്തെ ഇക്വേഷൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്ന ഒരു ഇക്വേഷൻ ആണ് R is equal to rho L by A. R is equal to rho L by A. ഈ പുതിയ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. എന്താണ്? റെസിസ്റ്റിവിറ്റി. ആൻഡ് L is length. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്ലിയർ? So the resistance is equal to resistivity into length by area of cross section. Okay, so very important. So very important. You may have 3 mark questions. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് വന്ന ഒരു ഇക്വേഷൻ ആണ്. ഡിറൈവ് ചെയ്തൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അറിയാലോ. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ്. സോ ദിസ് ഇസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി. യു ക്യാൻ സീ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വി ഹാവ് എ റോ ഓൾസോ. ദിസ് ഇസ് L A. R is equal to rho L by A. Okay, see, the resistance of a conductor is inversely proportional to area of cross section. That is, you know, അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. റിമൂവിങ് ദ പ്രൊപ്പോർഷണാലിറ്റി, ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് എ കോൺസ്റ്റന്റ്. അതിനെ പറയുന്ന പേരാണ് എന്താ? റെസിസ്റ്റിവിറ്റി. എന്താണ്? റെസിസ്റ്റിവിറ്റി. വേർ R is resistance. ഈ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ്. ആൻഡ് ദിസ് റോ, നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് റോ എന്നാണ് പറയാ കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, റോ ഇതൊരു ഗ്രീക്ക് വേർഡ് ആണ്, റോ. ആൻഡ് ദിസ് ഇസ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, സോ റോ, ദറ്റ് ഇസ് റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ. And L is length of conductor. The small letter L is length of conductor. And A is area of cross section of conductor. Adina thickness. Okay, area of cross section means this. Okay, area of cross section of the conductor. So this is very important. So very important question. Equation. So R is equal to rho L by A. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് റോ, എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതൊരു ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. എത്രത്തോളം തടയുവാൻ സാധിക്കും, നമ്മളെ കണ്ടക്ടറിലെ കറണ്ടിനെ തടയുവാൻ സാധിക്കും. അതിനാണ് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റോ. ആൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പെർട്ടിക്കുലർ വാല്യൂ ഓരോ മെറ്റീരിയലിനും റെസിസ്റ്റിവിറ്റി വിൽ ബി ഡിഫറെന്റ്. That mean metal, that mean steel have a different resistivity, copper have a different resistivity. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനും അതിന്റെ റെസിസ്റ്റിവിറ്റി, അത് വാല്യൂ is given. നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൺ ആയിരിക്കും, തന്നിരിക്കും. അത് വെച്ച് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓരോ, നമുക്ക് ഇഫ് ഇറ്റ്സ് കോപ്പറിന്റെ വാല്യൂ തന്നിരിക്കും. ഇഫ് ഇറ്റ് സ്റ്റീൽ യു ഹാവ് അതിന്റെ വാല്യൂ തരും. ഇഫ് ഇറ്റ് അലൂമിനിയം അതിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് അബൌട്ട്
the resistance. All about resistance നമ്മൾ പറഞ്ഞു. Resistance എന്താണെന്ന് പറഞ്ഞു. And റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു from the Ohm's law. And Ohm's lawയിൽ നിന്ന് എത്ര ഫാക്ടേഴ്സ് റെസിസ്റ്റൻസുമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? 4 ഫാക്ടേഴ്സ് ആണല്ലേ. ഏതൊക്കെയാണ്? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മെറ്റീരിയൽ, and lastly the temperature. അല്ലെ, കണ്ടക്ടർ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. ഫോർ ഇൻ ഇൻസുലേറ്റേഴ്സിന്റെ കാര്യം എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ ഈ 4 ഫാക്ടേഴ്സിൽ നിന്ന് 2 ഫാക്ടേഴ്സ് നമ്മൾ എടുത്ത് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഇതാക്കി R is equal to rho L by A. So this is very important. So what is resistivity? എന്താണ് റെസിസ്റ്റിവിറ്റി? നോക്കാം, what is resistivity എന്ന്. Electrical resistivity is a fundamental property. It is actually a property. Okay, it is a fundamental property of a material that measures how strongly, എത്രത്തോളമാണ്, how strongly it resists the current. Okay, ഇപ്പൊ ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ തടയുന്നുണ്ട്. ഓരോ മെറ്റീരിയലിനും ഡിഫറെന്റ് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. കോപ്പറിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കില്ല, സ്റ്റീലിന് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി? എത്രത്തോളം, ഹൗ മച്ച് ടൈംസ്, ഓക്കെ, എത്രത്തോളം എനിക്ക് എൻ്റെ ഈ മെറ്റീരിയലിന് ഇലക്ട്രിസിറ്റി തടയാൻ സാധിക്കും, സോറി ഇലക്ട്രിക് കറണ്ടിനെ തടയാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് എന്താ? resistivity. Okay, the SI unit of electrical resistivity is ohm meter. എന്താണ്? ohm meter. നമ്മളത് എങ്ങനെയാണ്? the symbol is rho. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, the symbol is rho എന്ന രീതിയിലാണ് നമ്മൾ, like this is the rho. Okay, this is the symbol. നമ്മൾ resistivity നമ്മൾ denote ചെയ്യുക rho ആണ്. and what is the unit? unit എന്താണ്? ohm meter. ohm meter. അപ്പൊ റെസിസ്റ്റിവിറ്റി നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക 5.1.2 into 10⁻⁻⁷ ഓം മീറ്റർ, ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഉണ്ടായിരിക്കുക. 10⁻³ ഓം മീറ്റർ എന്ന രീതിയിലൊക്കെ ആയിരിക്കും റെസിസ്റ്റിവിറ്റി പൊതുവെ ഉണ്ടായിരിക്കുക. Clear? So 1.2 into 10⁻³ like that. Ohm meter is the SI unit of resistivity. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് റെസിസ്റ്റിവിറ്റി? ഹൗ മച്ച്, എത്രത്തോളം ഒരു മെറ്റീരിയൽ നമ്മുടെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു, ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. ആൻഡ് ദ SI unit is ohm meter. Okay, ohm meter is the SI unit. and നമ്മൾ അതിനെ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? the letter rho. ഓക്കെ, ഇതൊരു പുതിയ ലെറ്റർ ആയിരിക്കും റോ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അത് എഴുതുക കേട്ടോ. ഇറ്റ്സ് നോട്ട് പി, അത് പി പോലെയല്ല എഴുതേണ്ടത്, ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ വേണം അത് എഴുതാൻ. ഓക്കെ, ലൈക്ക് ദിസ്, നോട്ട് പി. പി പോലെ എഴുതി വെക്കരുത്, ദാറ്റ്സ് അത് തെറ്റായ ഒരു കാര്യമാണ്. റോ ഇങ്ങനെ എഴുതാൻ. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് റെസിസ്റ്റിവിറ്റി. ഓക്കെ, സോ ഓം മീറ്റർ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആൻഡ് യു ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് എന്താണെന്ന് നോക്കാം. 2 വയേഴ്സ്, നമുക്ക് 2 വയർ തന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 2 വയർ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. 2 വയേഴ്സ് L1 and L2. ഓക്കെ, ഹാവിംഗ് ലെങ്ത് L and 2L. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ദിസ് ഇസ് വയർ L1 and this is wire L2. Okay, L1 and L2 എന്ന് പറയുന്ന വയറുകളുണ്ട്. and having length L. ഇതിന്റെ ലെങ്ത് എത്രയാണ്? L ആണ് ലെങ്ത്. ഓക്കെ, and രണ്ടാമത്തെ ലെങ്ത് എത്രയാണ്? 2L. ഇതിന്റെ ലെങ്ത് 2L ആണ്. അങ്ങനെയാണെങ്കിൽ the area of cross section is 2A. ഇതിന്റെ എത്രയാണ്? 2A ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ തിക്നെസ്, തടി, ആ ഒരു ഈ ഒരു ഇതിനാണ് നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു വയറിന്റെ കട്ടി. ഓക്കെ, അതിനാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ പറയുന്നത്. സോ both the wires are made up of the same material. ഒരേ മെറ്റീരിയൽസ് കൊണ്ടാണ് 2 വയേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത് ഒരു ബാധകമല്ല. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ്. വാട്ട് ഇസ് റേഷ്യോ? ഞാൻ നേരത്തെയും പറഞ്ഞു, റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ഇൻ വയർ L1 and L2? L1 and L2 നമ്മൾ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? L1 divided by
L2 എന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന വാല്യൂ എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളത് എങ്ങനെ ചെയ്യും നോക്കാം. ഹൗ വി ക്യാൻ ഡു ഇറ്റ്. റെസിസ്റ്റൻസിന്റെ ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. നമ്മുടെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ വാട്ട് ഇസ് റെസിസ്റ്റൻസ് ആക്ച്വലി? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ഇത് പ്രകാരം വാട്ട് ഇസ് റെസിസ്റ്റൻസ് നമ്മുടെ ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലെ. R is equal to rho L by A. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് R is equal to rho L by A. അപ്പൊ റെസിസ്റ്റിവിറ്റിയെ നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കാം, നമുക്ക് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. സോ ഹൗ ക്യാൻ വി ഡു അവർ പ്രോബ്ലം? ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, സി ഇതിൽ നിന്ന് നമുക്ക് നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് വയർ അത് നമ്മൾ R1 ആക്കി എടുക്കുന്നു. ദ റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് വയർ R1 that is equal to rho constant ആണ്, അതുകൊണ്ട് റോ ഞാൻ അങ്ങനെ എഴുതുന്നു. ആൻഡ് വാട്ട് ഇസ് ദ L? L എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഫസ്റ്റ്, that is actually L. And what is the area of cross section of the first wire? First wire area of cross section is 2A. അതുകൊണ്ട് ഞാൻ ഇവിടെ 2A എന്ന് എഴുതുന്നു. ക്ലിയർ? ഒരു സംശയമില്ല. ഇനി നമ്മുടെ സെക്കൻഡ് വയർ that is R2. The resistance of the second wire R2 ആണ്. ആൻഡ് റോ is constant. രണ്ട് വയറിന്റെയും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് റോ മാറില്ല, അതുകൊണ്ട് റോ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ആൻഡ് വാട്ട് ഇസ് ദ ലെങ്ത്? ലെങ്ത് എന്ന് പറയുന്നത് 2L ആണ്. 2L by area of cross section is A. ഓക്കെ, സംശയമില്ല. രണ്ടിന്റെയും റെസിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഞാൻ റോ കട്ട് ചെയ്യാണ്. റോ കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റെസിസ്റ്റിവിറ്റി സെയിം ആയത് കാരണം റോ കട്ട് ചെയ്യുന്നു. സോ R1 is equal to L by 2A and R2 is equal to 2L by A. Okay, പ്രശ്നമൊന്നുമില്ലല്ലോ. This is equation 1 and this is equation 2. Okay, I am dividing 1 to 2. 1, 2. ഇതൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. That is R1 divided by R2. എന്താ സംഭവിക്കുക? What happen? എന്താ സംഭവിക്കുക? നോക്കുക. L by 2A divided by 2L by A ആണല്ലോ. അതെ, അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, R1 by R2 ചെയ്തു, L by 2A by 2L by A ചെയ്തു. നമുക്ക് എങ്ങനെ കിട്ടും? That is L by 2A into A by 2L. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യും, നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു LA by 2 into 2 4AL. 4AL. മുകളിലും താഴെയിലും AL ഉണ്ട്, മുകളിലും താഴെയിലും AL ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്? വാട്ട് ഇസ് ദ ആൻസർ? റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും? R1 by R2 is equal to 1 by 4. ബാക്കി എന്തേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് R1 by R2 is equal to 1 by 4. നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസും നമ്മുടെ ഫസ്റ്റ് വയറിന്റെ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ സെക്കൻഡ് വയർ എത്രയാണ്? 4 times greater ആണ്. ദിസ് ഇസ് ദ റേഷ്യോ. ഓക്കെ, വെരി സിമ്പിൾ. അപ്പൊ നിങ്ങൾ ആ ഇക്വേഷൻ കൊടുക്കുന്നു, അതുപോലെ എഴുതുന്നു. നെക്സ്റ്റ് നമ്മൾ R1 by R2 ചെയ്യുന്നു. എല്ലും എയും താഴെയും മുകളിലും സെയിം ആയതുകൊണ്ട് കട്ട് ചെയ്യുന്നു. ബാക്കി നമുക്ക് 4 ഉള്ളൂ. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? വെരി സിമ്പിൾ ആണല്ലോ അല്ലെ? യെസ്. സോ നെക്സ്റ്റ് വൺ, ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കോപ്പർ വയർ. ഒരു കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഓഫ് ലെങ്ത് 5 മീറ്റർ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഗിവൺ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് സ്മോൾ ലെറ്റർ L, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ is equal to 2 into 10 raised to minus 6 meter square. The resistivity of a copper wire. What is the resistivity? Rho.
The resistivity of copper wire is 1.7 into 10 raised to minus 8 ohm meter. Okay, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? The resistance. അല്ലേ? Resistance ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. That is R. Okay, നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വെരി സിമ്പിൾ. വാട്ട് ഇസ് ദ ഇക്വേഷൻ? നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? R is equal to rho L by A. Like rho L by A. ഈ ഇക്വേഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എന്താ നമുക്ക് കിട്ടുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. What will be the answer? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഓക്കെ, ജസ്റ്റ് ആൻസർ ഇറ്റ്. നമുക്ക് കിട്ടും R is equal to rho L by A. ആണല്ലോ, R is equal to rho L by A. And from this rho, resistivity എത്രയാണ്? 1.7 into 10 raised to minus 8. Okay? Into, what is L? Length is equal to 5 divided by, what is area of cross section? 2 into 10 raised to minus 6 meter square. Okay, minus 8 minus 6. ബാക്കി നമുക്ക് ഇവിടെ 2 ആണ് ഉണ്ടായിരിക്കുക. minus 2 ആണ് ഉണ്ടാവുക. And 5.7. 5 divided by, it's approximately 4 point something. It's approximately 4 point something into 10 raised to minus 2 ohm. Okay, 10 raised to minus 2 ohm. അങ്ങനെ resistance, the value of resistance will be ohm. It will be in the range of 10 raised to minus 2 ohm. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റെപ്സ് കൃത്യമായിട്ട് ചെയ്യുക. ഗിവൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. ആൻഡ് വി ഹാവ് ടു, നമ്മൾ ഇക്വേഷൻ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോന്നിനും സ്റ്റെപ്പിനും മാർക്ക് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക. ആൻഡ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് വാല്യൂസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക. ജസ്റ്റ് ഗിവൺ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യുക? മറന്നു പോകരുത്. യൂണിറ്റ്, ദ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ദാറ്റ് ഈസ് ഓം. ഓക്കെ, ഓം ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഡിനോട്ട് ചെയ്യുക. ആൻഡ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ എന്നുള്ള കാര്യവും കൂടെ ഓർത്ത് വെക്കുക. ആൻഡ് ദിസ് ഇസ് ദ ഇക്വേഷൻ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റേ ട്യൂൺഡ്.